25 പ്രഭാതമുരളി ബാഗ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് അനാദിയും അവിനാശിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. ഇതിൽ ഏതൊരു സീൻ പാസ്സായോ അത് വീണ്ടും കൽപ്പത്തിനു ശേഷം മാത്രമേ റിപ്പീറ്റ് ആവുകയുള്ളൂ. അതിനാൽ സദാ നിശ്ചിന്തമായി ഇരിക്കൂ. ചോദ്യം: ഈ ലോകം അതിൻ്റെ തമോപ്രധാന സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ എന്താണ്? ഉത്തരം: ദിനം പ്രതിദിനം ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എത്ര ഘോര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളന്മാർ എങ്ങനെയാണ് കൊല്ലുകയും അടിക്കുകയും ചെയ്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്. കാലം മാറി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര നഷ്ടമുണ്ടാകുന്നു. ഇതെല്ലാം തമോപ്രധാനതയുടെ അടയാളമാണ്. തമോപ്രധാന പ്രകൃതി ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ ഡ്രാമയുടെ രഹസ്യത്തെ അറിയുന്നു. അതിനാൽ പറയുന്നു, നത്തിങ് ന്യൂ. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ജ്ഞാനത്തിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സംഗമയുഗിയാണ്. ബാക്കി ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാം കലിയുഗിയാണ്. ഈ സമയത്ത് ലോകത്തിൽ അനേകം മതമതാന്തരങ്ങളുണ്ട്. കുട്ടികളായ നിങ്ങളുടേതാണെങ്കിൽ ഏകമതമാണ്. ആ ഏകമതം ഭഗവാന്റേത് തന്നെയാണ് ലഭിക്കുന്നത്. അവർ ഭക്തിമാർഗത്തിൽ ജപം, തപം, തീർത്ഥാടനം തുടങ്ങി എന്തെല്ലാം ചെയ്യുന്നുവോ അവർ വിചാരിക്കുന്നു ഇതെല്ലാം ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിൻ്റെ മാർഗമാണ്. ഭക്തിക്കു ശേഷം തന്നെയാണ് ഭഗവാനെ ലഭിക്കുക എന്ന് പറയുന്നു. പക്ഷേ അവർക്കിതറിയില്ല. ഭക്തി എപ്പോഴാണ് ആരംഭിക്കുന്നത്, എപ്പോൾ വരെ തുടരുന്നു എന്നത്. കേവലം പറയുന്നു ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കുമെന്ന്. അതിനാൽ അനേകം പ്രകാരത്തിലുള്ള ഭക്തി ചെയ്തു വരുന്നു. ഇതും സ്വയം മനസ്സിലാക്കുന്നുണ്ട്. പരമ്പരയായി നമ്മൾ ഭക്തി ചെയ്തു വന്നു. ഒരു ദിവസം ഭഗവാനെ തീർച്ചയായും ലഭിക്കും. ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനെ ലഭിക്കും. എന്തു ചെയ്യും? തീർച്ചയായും സദ്ഗതി ചെയ്യും. കാരണം ആ ഒന്ന് തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ഭഗവാൻ ആരാണ്, എപ്പോൾ വരും, ഇതും അറിയുന്നില്ല. പല പ്രകാരത്തിലുള്ള മഹിമകൾ പാടുന്നു. പറയുന്നു ഭഗവാൻ പതീത പാവനാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഭഗവാൻ നിരാകാരനാണ് എന്നതും അറിയുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ആത്മാവും നിരാകാരമാണ്. പിന്നീടാണ് ശരീരം സ്വീകരിക്കുന്നത്. നമ്മൾ ആത്മാക്കളും ബാബയോടൊപ്പം പരംധാമത്തിൽ വസിക്കുന്നവരാണ്. നമ്മൾ ഇവിടത്തെ വാസികളല്ല. എവിടത്തെ നിവാസിയാണ്? ഇതും യഥാർത്ഥ രീതിയിൽ പറയുന്നില്ല. ചിലർ കരുതുന്നു നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന്. ഇപ്പോൾ നേരിട്ട് സ്വർഗത്തിൽ ആരും പോകാൻ പോകുന്നില്ല. ചിലർ പിന്നെ പറയുന്നു ജ്യോതി ജ്യോതിയിൽ ലയിക്കുമെന്ന്. ഇതും റോങ് ആണ്. ആത്മാവിനെ വിനാശിയാക്കി മാറ്റുന്നു. മോക്ഷവും ഉണ്ടാവുക സാധ്യമല്ല. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു എന്നിരിക്കെ ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. എന്നാൽ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? ഇത് അറിയുന്നില്ല. ചക്രത്തെ അറിയുന്നില്ല. ഈശ്വരനെ അറിയുന്നില്ല. ഭക്തിമാർഗത്തിൽ എത്ര അലഞ്ഞു തിരിയുന്നു. ഭഗവാൻ ആരാണ്? ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഭഗവാനെ ഫാദർ എന്നും പറയുന്നു. അപ്പോൾ ബുദ്ധിയിൽ വരേണ്ടതാണല്ലോ. ലൗകിക ഫാദറുമുണ്ട്. പിന്നെ നമ്മൾ ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ രണ്ട് ഫാദറായി, ലൗകികവും പാരലൗകികവും. ആ പാരലൗകിക പിതാവുമായി കണ്ടുമുട്ടുന്നതിനു വേണ്ടി ഇത്രയും ഭക്തി ചെയ്യുന്നു. ആ ഒന്ന് പരലോകത്തിൽ വസിക്കുന്നു. നിരാകാരി ലോകവും തീർച്ചയായും ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. മനുഷ്യർ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ഭക്തിമാർഗമാണ്.
രാവണ രാജ്യത്തിൽ ഭക്തി തന്നെ ഭക്തിയാണ് നടന്നു വന്നിരിക്കുന്നത്. ജ്ഞാനം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഭക്തിയിലൂടെ ഒരിക്കലും സദ്ഗതി ഉണ്ടാവുക സാധ്യമല്ല. സദ്ഗതി ചെയ്യുന്നവനായ ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആ ഒന്ന് ഒരിക്കൽ വന്ന് സദ്ഗതി ചെയ്യും. നിങ്ങൾക്കറിയാം, ഇത് തീർത്തും തമോ പ്രധാന ലോകമാണ്. സതോ പ്രധാനം ആയിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമാണ്. എത്ര ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ഘോര യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളന്മാരും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം അടിച്ചും ഉപദ്രവിച്ചും കള്ളന്മാർ പൈസ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ഔഷധങ്ങളുണ്ട്, അത് മണപ്പിച്ച് അബോധാവസ്ഥയിൽ ആക്കുന്നു. ഇത് രാവണ രാജ്യമാണ്. ഇത് വളരെ വലിയ പരിധിയില്ലാത്ത കളിയാണ്. ഇത് തിരിയുന്നതിന് 5000 വർഷം എടുക്കുന്നു. കളിയും ഡ്രാമ പോലെയാണ്. നാടകം എന്ന് പറയില്ല. നാടകത്തിലാണെങ്കിൽ ഏതെങ്കിലും ആക്ടർ രോഗബാധിതം ആകുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ മാറ്റുവാൻ സാധിക്കും. ഇതിൽ ഈ കാര്യം ഉണ്ടാവുക സാധ്യമല്ല. ഇത് അനാദി ഡ്രാമയാണല്ലോ. ആരെങ്കിലും രോഗബാധിതം ആകുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ പറയും, ഇങ്ങനെയുള്ള രോഗം ഉണ്ടാകുന്നതും ഡ്രാമയിൽ പാർട്ടുണ്ട്. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമാണ്. മറ്റാരോടെങ്കിലും നിങ്ങൾ ഡ്രാമ എന്ന് പറഞ്ഞാൽ കുഴങ്ങിപ്പോകും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. കൽപ്പത്തിനു ശേഷം വീണ്ടും ഇതേ ആക്ടേഴ്സ് ആയിരിക്കും. ഇതുപോലെ ഇപ്പോൾ മഴയും മറ്റും പെയ്യുന്നു. അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഇതേ ഉപദ്രവങ്ങൾ ഉണ്ടാകും. കുട്ടികളായ നിങ്ങൾക്കറിയാം, ജ്ഞാനത്തിൻ്റെ മഴ എല്ലാവരിലും പതിക്കുക സാധ്യമല്ല. എന്നാൽ ജ്ഞാനസാഗരമായ ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന ശബ്ദം എല്ലാവരുടെയും കാതുകളിൽ തീർച്ചയായും എത്തും. നിങ്ങളുടെ മുഖ്യമായത് യോഗമാണ്. ജ്ഞാനവും നിങ്ങൾ കേൾക്കുന്നു. ബാക്കി മഴയാണെങ്കിൽ മുഴുവൻ ലോകത്തിലും പതിക്കുന്നു. നിങ്ങളുടെ യോഗത്തിലൂടെ സ്ഥായിയായ ശാന്തി ഉണ്ടാകുന്നു. നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്ന ഭഗവാൻ വന്നിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയും ധാരാളം പേരുണ്ട്. അവർ സ്വയം ഭഗവാനായി മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങളെ ആര് മാനിക്കും? അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കോടിയിൽ ചിലരേ വരികയുള്ളൂ. നിങ്ങളിലും നമ്പർ വൈസായാണ് അറിയുന്നത്. ഭഗവാനായ ബാബ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതാണല്ലോ. എങ്ങനെ ബാബയെ ഓർമ്മിക്കണം എന്നതും മനസ്സിലാക്കിച്ചു തന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. മനുഷ്യനാണെങ്കിൽ ദേഹാഭിമാനി ആയിരിക്കുകയാണ്. ബാബു പറയുന്നു, ഞാൻ വരുന്നത് തന്നെ എല്ലാ മനുഷ്യാത്മാക്കളും പതീതമായി മാറുമ്പോഴാണ്. നിങ്ങൾ എത്ര തമോ പ്രധാനം ആയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ സദോ പ്രധാനം ആക്കുവാൻ. കഴിഞ്ഞ കൽപ്പത്തിലും ഞാൻ നിങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം എങ്ങനെയാകും? കേവലം എന്നെ ഓർമ്മിക്കൂ. ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് തൻ്റെയും രചനയുടെയും പരിചയം നൽകുവാൻ. ആ പിതാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നത് രാവണ രാജ്യത്തിൽ തന്നെയാണ്. ആത്മാവ് തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നു. ബാബ അശരീരി തന്നെയാണ്, ബിന്ദുവാണല്ലോ. ആ ഒന്നിന് നാമവും വയ്ക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ സാലിഗ്രാം എന്ന് പറയുന്നു, ബാബയെ ശിവൻ എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങളുടെ നാമം ശരീരത്തിനാണ് വയ്ക്കപ്പെടുന്നത്. ബാബയാണെങ്കിൽ പരമാത്മാവ് തന്നെയാണ്. ആ ഒന്നിന് ശരീരം എടുക്കേണ്ടതില്ല. ആ ഒന്ന് ഈ ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ബ്രഹ്മാവിൻ്റെ ശരീരമാണ്. ഇതിനെ ശിവൻ എന്ന് പറയില്ല. ആത്മാവ് എന്ന നാമം നിങ്ങളുടേത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ശരീരത്തിൽ വരുന്നു. ആ ഒന്ന് പരമാത്മാവാണ്, സർവ ആത്മാക്കളുടെയും പിതാവാണ്.
അപ്പോൾ സർവർക്കും രണ്ട് പിതാവായി, ഒന്ന് നിരാകാരി, ഒന്ന് സാകാരി. ഇദ്ദേഹത്തെ പിന്നെ അലൗകിക വണ്ടർഫുൾ പിതാവ് എന്ന് പറയുന്നു. എത്ര അനേകം കുട്ടികളുണ്ട്! മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. പ്രജാപിത, ബ്രഹ്മകുമാർ, കുമാരിമാർ ഇത്ര അനേകമുണ്ട്. ഇതെന്താണ്? ഇത് എപ്രകാരത്തിലുള്ള ധർമ്മമാണ്? മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ കുമാർ, കുമാരി എന്നത് പ്രവൃത്തി മാർഗത്തിൻ്റെ വാക്കുകളാണല്ലോ. മാതാവും പിതാവും കുമാരിയും കുമാരനും. ഭക്തിമാർഗത്തിൽ നിങ്ങൾ ഓർമ്മിക്കുന്നു, നീ മാതാവും പിതാവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളെ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സത്യയുഗത്തിൽ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ അഡോപ്ഷൻ എന്ന പേരില്ല. ഇവിടെ ഏതായാലും പേരുണ്ട്. അത് പരിധിയുള്ള പിതാവാണ്, ഇത് പരിധിയില്ലാത്ത പിതാവാണ്. പരിധിയില്ലാത്ത അഡോപ്ഷനാണ്. ഈ രഹസ്യം വളരെയധികം ഗുഹ്യവും മനസ്സിലാക്കാൻ യോഗ്യവുമാണ്. നിങ്ങൾ പൂർണ്ണ രീതിയിൽ ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല. ആദ്യമായി ആരെങ്കിലും ഉള്ളിലേക്ക് വരുമ്പോൾ ഗുരുവിൻ്റെ ദർശനം ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ, ഇത് ഏതെങ്കിലും ക്ഷേത്രമല്ല. ബോർഡിൽ നോക്കൂ, എന്താണ് എഴുതിയിരിക്കുന്നത്? ബ്രഹ്മകുമാർ, കുമാരിമാർ അനേകമുണ്ട്. ഇതെല്ലാം പ്രജാപിതാവിൻ്റെ സന്താനങ്ങളാണല്ലോ. നിങ്ങളും പ്രജയാണ്. ഭഗവാൻ സൃഷ്ടി രചിക്കുന്നു. ബ്രഹ്മമുഖ കമലത്തിലൂടെ നമ്മളെ രചിച്ചിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയിലേതാണ്, നിങ്ങൾ പഴയ സൃഷ്ടിയിലേതാണ്. പുതിയ സൃഷ്ടിയിലേതാകുന്നത് സംഗമയുഗത്തിലാണ്. ഇതാണ് പുരുഷോത്തമം ആകുന്നതിൻ്റെ യുഗം. നിങ്ങൾ സംഗമയുഗത്തിൽ നിൽക്കുകയാണ്. അവർ കലിയുഗത്തിൽ നിൽക്കുകയാണ്. പാർട്ടീഷൻ ഉണ്ടായിരിക്കുന്നത് പോലെയാണ്. ഇക്കാലത്താണെങ്കിൽ നോക്കൂ, എത്ര പാർട്ടീഷനാണ്. ഓരോ ധർമ്മത്തിലുള്ളവരും വിചാരിക്കുന്നു, നമ്മൾ നമ്മുടെ പ്രജകളെ സംരക്ഷിക്കും, നമ്മുടെ ധർമ്മത്തെയും സമാന വിഭാഗത്തിലുള്ളവരെയും സുഖിയാക്കി വയ്ക്കും. അതിനാൽ ഓരോരുത്തരും പറയുന്നു, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും ഈ വസ്തു പുറത്തു പോകരുത്. മുൻപാണെങ്കിൽ മുഴുവൻ പ്രജകളുടെ മേലും രാജാവിൻ്റെ ആജ്ഞ നടത്തുമായിരുന്നു. രാജാവിനെ മാതാപിതാവ്, അന്നദാതാവ് എന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ രാജാവും റാണിയും ഒന്നുമില്ല. വ്യത്യസ്ത കഷ്ണങ്ങളായിരിക്കുകയാണ്. എത്ര ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം വരുന്നു, ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ദുഃഖത്തിൻ്റെ മൃത്യുവാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഏവരും പരസ്പരം സഹോദരന്മാരാണ്. അപ്പോൾ നമുക്ക് പരസ്പരം വളരെയധികം സ്നേഹത്തോടെ ഷീർഖണ്ഡ്, പാലും പഞ്ചസാരയുമായി ഇരിക്കണം. നമ്മൾ ഒരു ബാബയുടെ സന്താനങ്ങളാണ്. അപ്പോൾ പരസ്പരം വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. പൂർണ്ണമായും ബദ്ധശത്രുക്കളായ സിംഹവും ആടും പോലും രാമരാജ്യത്തിൽ ഒരുമിച്ച് ജലം കുടിക്കുന്നു. ഇവിടെയാണെങ്കിൽ നോക്കൂ, ഓരോ വീട്ടിലും എത്ര വഴക്കുകളാണ്. നേഷനും തമ്മിൽ വഴക്കാണ്. പരസ്പരവും തകരുന്നു. അനേകം മതങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഏവരും അനേകം തവണ ബാബയിൽ നിന്നും സമ്പത്തെടുത്തു, പിന്നെ പാഴാക്കുകയും ചെയ്തു. അതായത് രാവണന്റെ മേൽ ജയം നേടുന്നു, പിന്നെ തോൽക്കുന്നു. ഒരു ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. അതിനാൽ ആ ഒന്നിനെ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നു. സർവരുടെയും ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സുഖത്തിനുള്ള വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ പരസ്പരം ഷീർഖണ്ഡ് പോലെ ആകേണ്ടതാണ്. ലോകത്തിൽ പരസ്പരം എല്ലാവരും ഉപ്പുവെള്ളമാണ്. പരസ്പരം കൊല്ലുന്നതിനും കാലതാമസം എടുക്കുന്നില്ല. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങൾ ഷീർഖണ്ഡ് പോലെ ആകേണ്ടതാണ്.
നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങൾ ദേവതമാരെക്കാളും ഉയർന്നവരാണ്. നിങ്ങൾ ബാബയുടെ എത്ര സഹായിയാകുന്നു! പുരുഷോത്തമരാക്കുന്നതിൽ സഹായികളാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇത് വരണം: നമ്മൾ പുരുഷോത്തമരാണ്. അപ്പോൾ നമ്മളിൽ ആ ദൈവിക ഗുണങ്ങൾ ഉണ്ടോ? ആസുരീയ ഗുണമുണ്ടെങ്കിൽ അവർ പിന്നെ ബാബയുടെ കുട്ടി എന്ന് വിളിക്കപ്പെടുക സാധ്യമല്ല. അതിനാൽ പറയുന്നു, സദ്ഗുരുവിൻ്റെ നിന്ദകൻ ലക്ഷ്യസ്ഥാനം നേടുകയില്ല. ആ കലിയുഗി ഗുരുക്കന്മാർ പിന്നെ തങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ആരാണോ ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്നു, ഷീർഖണ്ഡ് പോലെ ഇരിക്കുന്നു, അവരാണ് സൽപുത്രരായ കുട്ടികൾ. ബാബ എപ്പോഴും പറയുന്നു, ഷീർഖണ്ഡാകൂ. ഉപ്പുവെള്ളമായി പരസ്പരം അടിയും വഴക്കും കൂടരുത്. നിങ്ങൾക്ക് ഇവിടെ ഷീർഖണ്ഡ് ആകണം. പരസ്പരം വളരെയധികം സ്നേഹം വേണം. കാരണം നിങ്ങൾ ഈശ്വരീയ സന്താനമാണല്ലോ. ഈശ്വരൻ മോസ്റ്റ് ലവ്ലിയാണ്. അതിനാലാണ് ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം വളരെയധികം സ്നേഹമുണ്ടായിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ബാബയുടെ മാനം കളയുകയാണ്. ഈശ്വരൻ്റെ കുട്ടികൾ പരസ്പരം എങ്ങനെ ഉപ്പുവെള്ളമാകാൻ സാധിക്കും? പിന്നെ പദവി എങ്ങനെ നേടുവാൻ സാധിക്കും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, പരസ്പരം ഷീർഖണ്ഡ് പോലെ ആയിരിക്കൂ. ഉപ്പുവെള്ളം ആവുകയാണെങ്കിൽ യാതൊരു ധാരണയും ഉണ്ടാവുകയില്ല. അഥവാ ബാബയുടെ ഡയറക്ഷനിലൂടെ നടക്കുകയില്ലെങ്കിൽ പിന്നെ ഉയർന്ന പദവി എങ്ങനെ നേടും? ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് പിന്നെ പരസ്പരം അടികൂടുന്നത്. ദേഹി അഭിമാനി ആകണം. അപ്പോൾ യാതൊരു സംഘർഷവും ഉണ്ടാകാതിരിക്കും. ഈശ്വരനാകുന്ന പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതുണ്ട്. ആത്മാവിന് ബാബയെ പോലെ ആകേണ്ടതുണ്ട്. ഇതുപോലെ ബാബയിൽ പവിത്രത, സുഖം, സ്നേഹം തുടങ്ങി എല്ലാം ഉണ്ടോ? നിങ്ങൾക്കും ആകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. പഠിച്ച് ബാബയിൽ നിന്നും ഉയർന്ന സമ്പത്ത് നേടണം. വളരെ പേരുടെ മംഗളം ആര് ചെയ്യുന്നുവോ അവർക്ക് തന്നെയാണ് രാജാവും റാണിയും ആകുവാൻ സാധിക്കുന്നത്. ബാക്കി ദാസദാസിമാർ പോയി ആകും. ആരെല്ലാം എന്താകും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവല്ലോ. പഠിക്കുന്നവർക്ക് സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും. ഈ കണക്കനുസരിച്ച് നമ്മൾ ബാബയുടെ എന്ത് പേര് വരുത്തും? ഈശ്വരൻ്റെ കുട്ടികൾ മോസ്റ്റ് ലവ്ലി ആകേണ്ടതാണ്. ആര് കണ്ടാലും സന്തോഷിക്കണം. ബാബയ്ക്കും അവർ മധുരമായി തോന്നും. ആദ്യം വീടിനെ നന്നാക്കൂ. ആദ്യം വീടിനെ, പിന്നെ അന്യരെ നന്നാക്കണം. ഗൃഹസ്ഥവ്യവഹാരത്തിൽ കമലപുഷ്പ സമാനം പവിത്രവും ഷീർഖണ്ഡുമായി ഇരിക്കൂ. ആര് കണ്ടാലും പറയണം, ആഹാ, ഇവിടം സ്വർഗമായി തോന്നുകയാണ്. അജ്ഞാനകാലത്തിലും ബാബ സ്വയം ഇങ്ങനെയുള്ള വീടുകൾ കണ്ടിട്ടുണ്ട്. വിവാഹം കഴിച്ച 6-7 കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഭക്തി ചെയ്യുന്നു. വീട്ടിൽ പൂർണ്ണമായും ശാന്തി നിലനിൽക്കുന്നു. ഇതാണെങ്കിൽ നിങ്ങളുടെ ഈശ്വരീയ കുടുംബമാണ്. ഹംസവും കൊക്കും ഒരുമിച്ചിരിക്കുക സാധ്യമല്ല. നിങ്ങൾക്ക് ഹംസമാകേണ്ടതുണ്ട്. ഉപ്പുവെള്ളമാകുന്നതിലൂടെ ബാബ തൃപ്തമാവുകയില്ല. ബാബ പറയും, നിങ്ങൾ എത്ര പേര് ചീത്തയാക്കുന്നു. അഥവാ പാലും പഞ്ചസാരയും പോലെയായി ഇരിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. വളരെയധികം ശിക്ഷ അനുഭവിക്കും. ബാബയുടേതായ ശേഷം പിന്നെ അഥവാ ഉപ്പുവെള്ളം ആയിരിക്കുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കും. പിന്നെ നിങ്ങൾക്ക് സാക്ഷാത്കാരവും ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ എന്ത് പദവി നേടുമെന്ന്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം. സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മൾ ഈശ്വരൻ്റെ സന്താനങ്ങളാണ്. നമുക്ക് മോസ്റ്റ് ലവ്ലിയായി ഇരിക്കേണ്ടതുണ്ട്. പരസ്പരം ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. ആദ്യം സ്വയം തന്നെ നന്നാക്കണം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കുന്നതിൻ്റെ ശിക്ഷണം നൽകണം. ഏതുപോലെ ബാബയിൽ പവിത്രത, സുഖം, സ്നേഹം തുടങ്ങി എല്ലാ ഗുണങ്ങളുമുണ്ടോ, അതേപോലെ ബാബയ്ക്ക് സമാനമാകണം. സദ്ഗുരുവിൻ്റെ നിന്ദകരാകും വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. തൻ്റെ പെരുമാറ്റത്തിലൂടെ ബാബയുടെ പേര് പ്രസിദ്ധമാക്കണം. വരദാനം: ബാബയുടെയും പ്രാപ്തിയുടെയും സ്മൃതിയിലൂടെ സദാ ധൈര്യത്തിലും ഉത്സാഹത്തിലും ഇരിക്കുന്ന ഏകരസവും അചഞ്ചലവുമായി ഭവിക്കട്ടെ. ബാബയിലൂടെ ജന്മം മുതൽ തന്നെ ഏത് പ്രാപ്തികൾ ഉണ്ടായോ അതിൻ്റെ ലിസ്റ്റ് സദാ മുന്നിൽ വയ്ക്കൂ. പ്രാപ്തി ഇളകാത്തതും അചഞ്ചലവുമാണെന്നിരിക്കെ ധൈര്യവും ഉത്സാഹവും അചഞ്ചലം ആകേണ്ടതാണ്. അചഞ്ചലത്തിന് പകരം അഥവാ മനസ്സ് എപ്പോഴെങ്കിലും ചഞ്ചലമാകുന്നുവെങ്കിൽ, അഥവാ സ്ഥിതി ചഞ്ചലതയിൽ വന്നു പോകുന്നുവെങ്കിൽ, ഇതിൻ്റെ കാരണം ഇതാണ്: ബാബയെയും പ്രാപ്തിയെയും സദാ മുന്നിൽ വയ്ക്കുന്നില്ല. സർവപ്രാപ്തികളുടെയും അനുഭവം സദാ മുന്നിലും സ്മൃതിയിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതായിക്കൊള്ളും. സദാ പുതിയ ഉന്മേഷവും പുതിയ ഉത്സാഹവും ഉണ്ടായിരിക്കും. സ്ഥിതി ഏകരസവും അചഞ്ചലവും ആയിരിക്കും. സ്ലോഗൻ: ഏത് പ്രകാരത്തിലുമുള്ള സേവനത്തിൽ സദാ സന്തുഷ്ടമായിരിക്കുന്നത് തന്നെയാണ് നല്ല മാർക്സ് നേടുക എന്നത്. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ബ്രാഹ്മണ കുട്ടികളായ താങ്കൾ വളരെ വളരെ റോയൽ ആകണം. താങ്കളുടെ മുഖവും പെരുമാറ്റവും രണ്ടും സത്യതയുടെ സഭ്യതയുടെ അനുഭവം ചെയ്യിക്കട്ടെ. പൊതുവെ റോയൽ ആത്മാക്കളെ സഭ്യതയുടെ ദേവി എന്ന് പറയുന്നു. അവരുടെ സംസാരം, നോട്ടം, നടത്തം, ആഹാരപാനീയങ്ങൾ, എഴുന്നേൽക്കുന്നത്, ഇരിക്കുന്നത്, ഓരോ കർമ്മത്തിലും സഭ്യതയും സത്യതയും സ്വതവേ തന്നെ കാണപ്പെടുന്നു. ഞാൻ സത്യതയെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, സഭ്യത ഉണ്ടായിരിക്കുന്നതേയില്ല എന്നത് പാടില്ല. എങ്കിൽ ഇത് റൈറ്റ് അല്ല. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബാഹ്യ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി വ്യർത്ഥ വികൽപ്പങ്ങളെ സ്പർശിക്കാതെ എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു. പവിത്ര സ്വരൂപമായി, സഫലതാ നക്ഷത്രമായി മസ്തക സിംഹാസനത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ ഞാൻ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും
ബുദ്ധിബലത്താൽ മാറി പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ എത്തിച്ചേരുന്നു. ഈ ജ്യോതിദേശത്തിൽ പവിത്രതയുടെ സാഗരമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് സർവമംഗളകാരിയായ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ ഏകാഗ്രമാകുന്നു. പവിത്ര സാഗരനിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശം എന്നിൽ നിറയുമ്പോൾ ആത്മസ്വരൂപത്തിൻ്റെ അതിശുദ്ധവും അതിനിർമ്മലവും പവിത്രവുമായ സ്വരൂപം ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ സർവശ്രേഷ്ഠവും പവിത്രവുമായ അനാദി സ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവപരമാത്മാവുമായുള്ള ഈ മധുരമായ കൂടിക്കാഴ്ചയിലൂടെ പവിത്രതയുടെ ബലം ശേഖരിച്ച് യോഗയുക്ത അവസ്ഥയിൽ മസ്തകമണി ആയി ഞാൻ വിരാജിക്കുന്നു.